ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 34:4 നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൾ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ! എത്ര നല്ല വചനം അല്ലേ. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. നമ്മൾ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചാൽ ആ അപേക്ഷ ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നൊരു ദൈവമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിൻ്റെ പൊന്നുമുഖം നോക്കിയ ഒരാളുടെ മുഖവും പിന്നെ വാടിയിട്ടില്ല. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. പ്രകാശമുള്ള മുഖമായി, യേശുവിൻ്റെ മുഖം പോലെ പ്രകാശമുള്ള മുഖമായി എന്നാണ് വചനം പറയുന്നത്. എന്നിട്ട് പറയാം, എളിയവൾ നിലവിളിച്ചു, യഹോവ അവളെ സകല കഷ്ടതകളിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തോട് നിലവിളിച്ച ഒരു ദൈവ പൈതലാണോ നിങ്ങൾ? തീർച്ചയായും നിങ്ങളുടെ നിലവിളിക്ക് ദൈവം മറുപടി തരാൻ പോകുന്നു. നിങ്ങളുടെ സകല കഷ്ടതകളിൽ തീരാൻ പോകുന്നു. അവങ്കലേക്ക് നോക്കിയവർ, ക്രിസ്തുവിൻ്റെ പൊന്നുമുഖം നോക്കിയവർ, ക്രിസ്തുവിൻ്റെ ക്രൂശ് നോക്കിയവർ ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് വരെ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടോ? കർത്താവ് പറയാ, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല, പിന്നെ നിങ്ങൾ ലജ്ജിച്ചു പോയിട്ടില്ല, ലജ്ജിച്ചു പോകത്തില്ല. പ്രകാശിതരായിരുന്നു. നിലവിളിച്ചൊരു ദൈവ പൈതലാണെങ്കിൽ കർത്താവ് പറയാം, നിന്റെ സകല കഷ്ടതകളിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ വിശ്വസിക്കണം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദൈവം നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. തീർച്ചയായും ആ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം പറയുന്ന വാഗ്ദത്തം അതിലനുസരിച്ച് മുന്നോട്ട് പോകുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. അവനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ ആ പ്രാർത്ഥന കേട്ടിരിക്കും. മനുഷ്യരോട് യാചിക്കരുത്, മനുഷ്യരോട് പ്രാർത്ഥിക്കരുത്. നിനക്കൊരു കഷ്ടമുണ്ടോ ഭൂമിയെ? സാരമില്ല, കർത്താവിനോട് അപേക്ഷിക്ക്, കർത്താവിനോട് പറ. കർത്താവ് നിനക്ക് മറുപടി തരും. നീ ആരുടെ മുൻപിലും കൈ കാണിക്കരുത്, കർത്താവിൻ്റെ മുൻപിൽ കൈ ഉയർത്ത്. ഹല്ലേലൂയ! കർത്താവ് നിനക്ക് വേണ്ടതെല്ലാം അനുദിനം തരുവാൻ അവൻ തയ്യാറാണ്. നീ നിലവിളിക്ക്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുകയാണ്. ആമേൻ എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. ആമേൻ.